ക്രിക്കറ്റ് പരിശീലനത്തിനിടെ പീഡനം നടത്തിയ കോച്ചിന് 47 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനുവിനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. സമാനമായ മൂന്നാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, നേരത്തെ തന്നെ ഈ 6 കേസുകളാണ് ഈ കോച്ചിനെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ 4 കേസുകൾ വിചാരണ പൂർത്തിയായതാണ്. അതിലെ മൂന്നാമത്തെ കേസിന്റെ വിധി ഇന്ന് വന്നു എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് വിധിയുടെ കൂടുതൽ വിവരങ്ങൾ? നേരത്തെ വന്ന വിധികൾ അത് എത്രയായിരുന്നു? അതിലെ തടവ്, ഒപ്പം തന്നെ പുതിയ വിധിയുടെ കൂടി വിശദാംശങ്ങൾ. പ്രജൻ, ക്രിസ്റ്റീന ക്രിക്കറ്റ് കോച്ചിങ്ങിനെത്തിയ പെൺകുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീവരാഹം സ്വദേശിയായിട്ടുള്ള മനുവിനെതിരെ 6 കേസുകളാണ് നിലവിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ കേസിൽ 16 വർഷമാണ് ശിക്ഷിച്ചത്. രണ്ടാമത്തെ കേസിന്റെ വിധി ഇന്നലെ വന്നു, 35 വർഷം. ഇന്നിപ്പോൾ ഇതാ മൂന്നാമത്തെ കേസിന്റെ വിധിയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച്. 48 വർഷമാണ്. 48 വർഷം, ആദ്യഘട്ടത്തിൽ 47 എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത്. 48 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും എന്നുള്ളതാണ്. ഇനിയും 3 കേസുണ്ട്. അതിൽ 4ാമത്തെ കേസിലും ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 2018 ഈ പെൺകുട്ടിയെ, 5ാം ക്ലാസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ക്രിക്കറ്റ് കോച്ചിങ്ങിന് എത്തിയപ്പോൾ പല ഇടങ്ങളിൽ, അതായത് വീടിന്റെയും അതുപോലെ തന്നെ ഈ കോച്ചിങ് നടക്കുന്ന സെന്ററിന്റെയും ഒക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു ആരോപണം 2018 നടക്കുന്ന സംഭവത്തിന് ശേഷം ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്രിക്കറ്റ് ജീവിതം തന്നെ ഇല്ലാതാക്കുമെന്നുള്ളതായിരുന്നു ഭീഷണി. അതിനുശേഷം 2021 മറ്റൊരു സ്ഥാപനത്തിൽ ഈ കുട്ടി കോച്ചിങ്ങിന് പോവുകയും അതിന്റെ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് വെച്ച് ഈ കോച്ചിനെ വീണ്ടും, അതായത് മനുവിനെ വീണ്ടും കാണാനിടവരുന്നു. അവിടെ വെച്ച് മറ്റൊരു പെൺകുട്ടി, ഇയാളുടെ പീഡനം ഏറ്റ മറ്റൊരു പെൺകുട്ടി നിലവിളിക്കുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണവും രക്ഷകർത്താക്കൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിലൂടെയാണ് ഈ 6 പെൺകുട്ടികളും പീഡന വിവരം പുറത്തു വരുന്നതും തുടർന്ന് പോലീസിനെ സമീപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ 4 കേസിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3 കേസിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇനി ഉള്ളത് 2 കേസുകളാണ്. ഓരോ ശിക്ഷയും കാലാവധി കഴിഞ്ഞതിന് ശേഷം അടുത്ത ശിക്ഷാ കാലാവധി അനുഭവിക്കണമെന്നുള്ളതാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.